ആഗ്രഹിക്കുന്നു. ഈ ആശ്രമത്തിലെ ഏറ്റവും പ്രായം കൂടിയ 91 വയസ്സ് അച്ഛനാണ് ജോസഫ് ബ്രദർ. ജോസഫ് ബ്രദർ ഇപ്പം സന്തോഷമാണോ? എനിക്കോ? ദുഃഖമില്ല. ഇനി ഈ ഇടയ്ക്ക് കണ്ട് പറഞ്ഞു കേട്ടോ നല്ലൊരു ആഗ്രഹം ഉണ്ടെന്ന്. എന്തോ ആഗ്രഹം? എല്ലാവരും എനിക്ക് ചെയ്ത എനിക്ക് സ്വർഗത്തിൽ പോകണം. അന്നേരം 2 മാതാമാരും നിന്റെ ഇടവും മരവും ഉണ്ടായിരിക്കും. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ മാതാമാര് കാണുമെന്നുള്ളത് ഉറപ്പാണോ? ഇങ്ങനെ എത്ര വിചാരിച്ച് അപ്പൊ ഞാൻ നിൽക്കും. പിന്നെ അവരുടെ ചിലരിക്കുമ്പോൾ ഞാൻ മേലോട്ട് പറക്കും. ഇവിടെ ആശ്രമത്തിൽ വന്നിട്ട് ഒത്തിരി വർഷമായല്ലോ. സന്യാസ വ്രതം ചെയ്തിട്ട് 50 വർഷം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായി ജീവിതം? ജീവിതം തിരക്കില്ല, സന്തോഷമാണ്. ഇതുപോലെ ഒന്നും അങ്ങ് പോയാൽ മതിയായിരുന്നു. ജോസഫ് ഇത്രയും പ്രായമായിട്ടും ഒരസുഖവും ഇല്ലെന്ന് എല്ലാരും പറയുന്നത്. ഇതുവരെ ആശുപത്രിയിൽ പോയിട്ടില്ല. പോയിട്ടില്ല. അസുഖമൊക്കെ ഉണ്ട്. അതൊക്കെ തമ്പുരാൻ തന്നെ അതൊക്കെ തരുകയും എടുക്കുകയും ചെയ്യും. അസുഖം ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെന്നാണോ? ദൈവത്തെ അറിയണമെങ്കിൽ കുറച്ചൊക്കെ അസുഖം വേണം. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തെ അറിയാനോ കുറച്ചൊക്കെ അസുഖം വേണം. മറ്റുള്ളവരെ അറിയാനോ അത് ആവശ്യമാണ്. ബാബാ തിരുമേനി അന്ന് വന്നപ്പം പറഞ്ഞായിരുന്നു, പണ്ട് പറഞ്ഞ ഒരു സംഭവം. കൊച്ചു പ്രദേശ് ഇങ്ങനെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു വിഷമമേ ഉള്ളൂ എന്ന് പറഞ്ഞേ. എന്താ വിഷമമെന്നാ പറഞ്ഞെന്ന്? ഇവരുടെ കാലശേഷം എന്നെ ആരും നോക്കണം. ഇവിടെ വന്നിട്ട് ഇപ്പോഴും സന്തോഷമാണോ? എനിക്കോ? ഒരു കുഴപ്പം വന്നിട്ടില്ല. മരിക്കുന്ന കാര്യത്തിൽ സന്തോഷമാണ്. മരിക്കുന്നത് ഞാൻ മരിക്കുകയില്ല. എന്നെ തൊഴിലത്തിലേക്ക് കൊണ്ടുപോകും. നിത്യജീവനിലേക്ക് എന്നെ കൊണ്ടുപോകും. ഞാൻ മരണത്തോട് എനിക്ക് താല്പര്യമില്ല. പേടിയില്ല. പേടിയുണ്ട്, താല്പര്യമില്ല. എന്തിനാ മരിക്കുന്നത്? ഞാൻ മറ്റൊരു മലർച്ച ദോഷം ചെയ്തോ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം എന്നെ സൃഷ്ടിച്ചു. ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ അടുത്തോട്ട് പോകും. എന്റെ പട്ടത്തിന് ശേഷം ഉള്ള 2 വർഷവും ഞാൻ ഈ ആശ്രമത്തിലായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതായ യാഥാർത്ഥ്യം, അതായത് മറ്റൊരു സ്ഥലങ്ങളിലായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ ജോലിയായി എന്ന രീതിയിൽ പലപ്പോഴും ജീവിച്ചേനെ. എങ്കിലും ഇവിടെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് ഒരു കുടുംബ ഭാവന ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇലച്ചന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഞങ്ങളോടുള്ളതായ കരുതൽ, കൊച്ചന്മാരെന്നുള്ളതായ രീതിയിലുള്ള അവരുടെ കരുതൽ ഏറ്റവും വലുതാണ്. പലപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട്. എന്തെങ്കിലും നന്മയായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നുമ്പോൾ ഉടനെ അവർ വന്ന് നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം നന്നായിരിക്കുന്നു എന്ന് പറയുന്നതിനെ പറ്റിയല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ ഒരു കാര്യം നന്നായിട്ട് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ഒരു സന്തോഷം പോലെയാണ് പലപ്പോഴും അവരുടെ ഈ പറഞ്ഞ അപ്രീസിയേഷൻ പറയുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതായ യാഥാർത്ഥ്യം, ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് അവരുടെ ജീവിതം കണ്ട് പഠിക്കാൻ ഒക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. ഇപ്പൊ അച്ഛന് എത്ര വയസ്സായി? 85-86 86 വയസ്സ്. അച്ഛന് വൈദികനായിട്ട് എത്ര വർഷമായി? വൈദികനായിട്ട്
1951 വൈദികനാണ്. അപ്പൊ ഇപ്പോഴ് 57 വർഷം. ഇത്രയും വർഷത്തെ അനുഭവം ഒരു അച്ഛനായിട്ട് 57 വർഷം ജീവിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. വലിയ ഭാഗ്യം. അതിനെ അച്ഛൻ എങ്ങനെ കാണുന്നു? ഭാഗ്യമായിട്ട് കാണുന്നു. ഈ ഇത്രയും വർഷത്തെ വൈദികനായി ഇത്രയും വർഷത്തെ അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കാര്യം എന്താ? ഈ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പോ എല്ലാം പറയാൻ പറ്റിയത്. 64 65 എന്നെ സുപ്പീരിയർ ജനറലായിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട്. ചാപ്റ്റർ കൂടി തെരഞ്ഞെടുക്കുന്നു. അതായത് 64 എനിക്ക് തോന്നുന്നത്. 64. അപ്പൊ അങ്ങനെ ആയ ഉടനെ ഞാൻ പ്രത്യേകമായി ആദ്യം ശ്രമിച്ചത് നമ്മുടെ സന്യാസമതത്തെ പുന്തിരിക്കൽ പദവിയിലേക്ക് ഉയർത്താൻ ഉള്ള പരിപാടിയാണ് ആരംഭിക്കുക. അച്ഛന് എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്? ഞാൻ 5 പുസ്തകം. ഇപ്പോഴും അച്ഛന് സംതൃപ്തിയാണ്, സന്തോഷമാണ്? എനിക്ക് സന്തോഷത്തിന് ഒരു കുറവില്ല, സംതൃപ്തിക്കും ഒരു കുറവുമില്ല. ദൈവം ഞാൻ ഇതിലേക്ക് അനേകം പേരെക്കാട്ടും ദൈവം ഒത്തിരി അനുഗ്രഹിച്ചായിട്ടുള്ള ചിന്ത എനിക്കുള്ളത്. പിന്നെ ഒരു ഭാഗ്യമാണ് കിട്ടുവാനും വിശുദ്ധനായിട്ട് ജീവിക്കാനും വിശുദ്ധനായിട്ട് മരിക്കാനും ഒക്കെയാണ് എന്റെ ആഗ്രഹം. ഭാഗ്യമരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധനായിട്ട് എനിക്ക് ജീവിക്കണം, വിശുദ്ധനായിട്ട് തന്നെ മരിക്കണം. ഇതാണ്